എനിക്കൊന്നും അറിയില്ല നന്ദ. പെട്ടെന്നൊരു തളർച്ച വന്നത്രേ. നാളെ വന്നാ എന്നോട് വിവരം പറഞ്ഞത്. ചെന്നപ്പോ മുറിയിൽ ബോധമില്ലാതെ വീണ് കിടക്കുക. ഏട്ടൻ ഇങ്ങനെ കസേരയിൽ ഈ ഇരിപ്പ്. പിന്നെ കിഴക്കയിലെ വാസമൊക്കെ കൂടി ഒരു കാറ് വിളിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നത്. മരുന്ന് മുടങ്ങിയോ അതോ പഥ്യം തെറ്റിച്ചോ? ആയുർവേദക്കാർ രോഗം പേച്ചു പോയെന്ന് പറയും. ചികിത്സ ഫലിച്ചു വരുന്ന സന്ദർഭത്തിൽ വീണ്ടും ഇങ്ങനെ ഒരു ഹെവി സ്റ്റോക്ക്. പലപ്പോഴും ഇത്തരം കേസുകൾ ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലും റീസൺ ഉണ്ടാവാം, ഉണ്ടാവണമെന്നില്ല. കൊണ്ടുവരുമ്പോൾ ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ജീവൻ അപകടമൊന്നുമില്ല. ഒരു ഇംപ്രൂവ്മെന്റ് സ്റ്റേജിൽ നിന്നും ആദ്യത്തെക്കാൾ വേസ്റ്റ് ആയ സ്റ്റേജിലേക്ക് പോയതുകൊണ്ട് ഇനി പൂർണ്ണമായ റിക്കവറി പ്രതീക്ഷിക്കണ്ട. എന്നാലും ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ലെറ്റ് us hope for the best. എനിക്കൊന്നുമില്ല നന്ദേട്ട, ഒന്നുമില്ല. നന്ദേട്ട എന്തിനെ വിഷമിക്കുന്നു? എനിക്കൊന്നും പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഒന്നുമില്ല, ഒന്നുമില്ല നന്ദേട്ട. ഉമ്മയ്ക്ക് വേണ്ടി നന്ദന് ചെയ്യാൻ കഴിയുന്നതെല്ലാം നന്ദൻ ചെയ്തു. ബാക്കിയൊന്നും നന്ദന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ലല്ലോ. അറിയാഞ്ഞിട്ടല്ല റഹ്മാൻ, പക്ഷെ ഇത് ഓർക്കാപ്പുറത്തൊരു അടിയേറ്റ പോലെ ആയിപ്പോയി. ജോലി കിട്ടി, ഉമ്മയുടെ അസുഖമൊക്കെ ഭേദാവാൻ തുടങ്ങി. കഷ്ടകാലമൊക്കെ കഴിഞ്ഞു കൊടുത്ത് സന്തോഷിച്ചിരിക്കുമ്പോഴാണ്. ശരിയാണ്, എന്ന് വെച്ച് ചികിത്സ നിർത്തിവെക്കാൻ പറ്റില്ലല്ലോ. ആശ കൈവിടരുത്, ഒക്കെ ശരിയാവും. പക്ഷേ ജോലിക്ക് പോവാതെ ഇവിടെ ഇരുന്നാൽ ഇതൊന്നും നടക്കില്ല. മനസ്സാന്നിധ്യം വിട്ടുകിട്ടാൻ കുറെ സമയം എടുക്കുന്നുണ്ട്. അതിന് ഇവിടുത്തെ ഏകാന്തതയേക്കാൾ നല്ലത് കോളേജാണ്. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ. ശ്രുതി ഇങ്ങോട്ട് വന്നില്ലേ? അവിടെയുണ്ട് സാർ. മോൾ എന്ത് പണിയായി കാണിക്കുന്നേ? ഇന്നലെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും വന്നേ. ആ വേഷമൊക്കെ മാറി ഒന്ന് വേഗം റെഡിയാകും. എനിക്ക് ധൃതിയുണ്ട്. ഡാഡി പൊയ്ക്കോ, ഞാൻ വരുന്നില്ല. മോളെ വാശി പിടിക്കല്ലേ. ഞാൻ മടങ്ങി വരാൻ ഒരാഴ്ചയാവും. അതുവരെ നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ? സാരമില്ല, സേവൻസ് ഒക്കെ അല്ലേ ഇവിടെ. പറയുന്ന ഒന്ന് കേൾക്ക് ശ്രുതി. നിന്നെ കോളേജിൽ വിട്ടിട്ട് വേണം ഡാഡിക്ക് പോകാൻ. കമാ. നോ ഡാഡി, ഡോണ്ട് കമ്പൽ മീ. ഞാൻ വരുന്നില്ല.